ചില ആൾക്കാർ പറയല്ലോ കുറച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവീഴ്ച വേണം എന്നൊക്കെ. പണ്ടത്തെ കാലത്ത് ഇപ്പം വിട്ടുവീഴ്ചയില്ല, മനസ്സിലായില്ലേ? ഏത് കാലത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയല്ല, കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെ 24 നമ്മൾ തമ്മിലുള്ള ഒരു പ്രോഗ്രാം കാണാനിടയായി. എന്താണ് വിവാഹമോചനം കൂടുന്നു എന്ന് ഒരു തരത്തിലേക്ക്. ഡിവോഴ്സിന്റെ കാരണം എപ്പോഴും ഡവറിയോ അലിമോണിയോ ആവണമെന്നില്ല. ഡിവോഴ്സിന് പല കാരണങ്ങളും ഉണ്ടാവാം. രണ്ട് ആളുകൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇവിടെയുള്ള ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മളുടേതായിട്ടുള്ള പാർട്ട്ണറുടെ കുറ്റങ്ങളും കുറവുകളും ആദ്യം അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. ഏതൊരു ബന്ധമായിരുന്നാലും, ഒരു പ്രണയമായിക്കോട്ടെ, ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, വിവാഹ ബന്ധത്തിലൂടെ ആയിരുന്നാലും പോകുന്നതിൽ എല്ലാം ഒരു പരസ്പര സ്നേഹത്തിൻ്റെ പുറത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പം എപ്പോഴാണ് അത് നഷ്ടപ്പെടുന്നു, അപ്പോഴാണ് നമ്മൾ ചിലപ്പം അവരെ വെറുക്കാൻ തുടങ്ങുകയും അല്ലെങ്കിൽ മോചനത്തിലേക്കും പോവുകയൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു സ്ത്രീയെയും കിട്ടത്തില്ല, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പുരുഷനെയും കിട്ടത്തില്ല. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കുക, അത് നമ്മുടെ തലയിൽ ആദ്യം ഇടുക. കാരണം അവർക്ക് അവരുടെ ഓരോ ആൾക്കാർക്കും ഓരോ ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ആ സ്ത്രീക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. എൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഇതാണ്, ഓക്കെ, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം, കാരണം നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വർഷം നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടതാണ്, അല്ലെങ്കിൽ കപ്പിളായിട്ട് ഒരുമിച്ച് പോകേണ്ടതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് വലിയൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നല്ലതാണെങ്കിൽ, മോശമാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു ട്രോമയും നിങ്ങൾക്ക് തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് വശം എന്താണ്, പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഇയാളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഓക്കെ, ഇനി പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, യാതൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത അവിടെ കുറവായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയല്ല, കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എൻ്റെ പാർട്ട്ണർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും പേഴ്സണാലിറ്റിയും ഉണ്ട്. ഞങ്ങൾ ഒത്തൊരുമിച്ച് ഈവൻ രുചികളുടെ വൈവിധ്യം പോലും ഞങ്ങൾ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ പാർട്ട്ണർക്ക് ഇഷ്ടം എരിവും എനിക്കിഷ്ടം മധുരവുമാണ്. ഈവൻ ഞാൻ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, എനിക്ക് ചായയാണ് ഇഷ്ടം, പുള്ളിക്ക് ഇഷ്ടം കോഫിയാണ്. ഞാൻ ആഗ്രഹിച്ചൊരു പെണ്ണല്ലല്ലോ ഇത്, അല്ലെ? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ പ്രവർത്തിക്കണം, അല്ലെ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്, മറ്റൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആരെയും ആക്കാൻ ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. അവർ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാരക്ടറുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് അവരുടെയുള്ള ഇഷ്ടക്കേടുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഫസ്റ്റ് അതിന് നമ്മളോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം. ചില ആൾക്കാർ പറയല്ലോ കുറച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവീഴ്ച വേണം എന്നൊക്കെ കുട്ടികളോട് പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇപ്പം വിട്ടുവീഴ്ചയില്ല, മനസ്സിലായില്ലേ? ഏത് കാലത്ത്? 73 കാലഘട്ടത്തിൽ അപൂർവം മാത്രം, വളരെ അപൂർവം മാത്രമേ ചെയ്യത്തുള്ളൂ. അമ്മജി, അതിന്റെ രസം എന്താ അറിയോ, രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു മുറിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ വരും. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പോകും. ചില ആൾക്കാർ ഈ താഴ്ന്നു കൊടുക്കുക അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്കത് മോശമാണ്, അല്ലെങ്കിൽ നമ്മുടെ അത് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പല ആൾക്കാർക്കും അത് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. കാരണം സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ നമ്മളവിടെ താഴ്ന്നു കൊടുക്കുന്നത്. അവരോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമുക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്. അല്പം താഴ്ന്നു കൊടുക്കുന്നതിനോട് ഒരു കുറവും വിചാരിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവിടെ ഒരു ഈഗോ ഹർട്ടാവേണ്ട കാര്യമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുണ്ടാവും, മനസ്സിലായോ? അത് നിങ്ങളിലേക്ക് തന്നെ അത് മാക്സിമം ഒതുക്കാൻ ശ്രമിക്കുക. ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന പലതരത്തിലാണ് വിവാഹമോചനം നേടിയിട്ടുള്ള പല ആൾക്കാരും അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. വിവാഹ ബന്ധത്തിൽ മുന്നോട്ട് സക്സസ് ആയിട്ട് പോകുന്ന സ്ത്രീകളും വന്നവിടെ ഇരിപ്പുണ്ട്, മനസ്സിലായില്ല? അങ്ങനെ അപ്പോൾ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും, മനസ്സിലായില്ല? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് വിവാഹത്തിനോട് ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ വിവാഹത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് ലിവിങ് ടുഗദർ ആണെന്ന്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ,
ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, എല്ലാ കാര്യത്തിലും വിവാഹത്തിലായിരുന്നാലും നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. അത് ലിവിങ് ടുഗദറിലായിരുന്നാലും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. പിന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എന്താണ് അവർ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുകയും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാട് പറയും, അല്ലെങ്കിൽ അവർക്ക് അവരായിട്ടുള്ള ഇഷ്ടങ്ങൾ പറയുകയും അവർക്ക് ഇഷ്ടമുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, കാരണം അവരവരുടെ തീരുമാനത്തിനനുസരിച്ച് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അവരാണ് ഈ പറയുന്ന ഒരുമിച്ച് ജീവിക്കേണ്ടത്. കാരണം വീട്ടുകാരോ ആരുമല്ല ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവർ തീരുമാനമെടുക്കുന്നത് അവർ തന്നെയാണ്. അത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും അവരുടെ ആ തീരുമാനം അവരത് അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അത് അക്സെപ്റ്റ് ചെയ്യത്തണം. ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ തെറ്റായി പോവാം, അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അത് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഒരിക്കലും ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണ്, നമ്മൾ സാമ്പത്തികമായിട്ട് തകരുന്ന കേസിലായിരുന്നാലും, അല്ലെങ്കിൽ എന്താണ് ഒരു വിവാഹത്തിന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിക്കും. അത് പ്രണയത്തിലായിരുന്നാലും, അല്ലെങ്കിൽ എന്താണ് വിവാഹ ബന്ധത്തിലായിരുന്നാലും, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബാധ്യത കാര്യത്തിലായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും അത് ഇവിടെ എൻ്റെ ആവുന്നില്ല. മനസ്സിലാക്കുക. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സാം നിങ്ങൾ തോറ്റുപോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫെയിലായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പുറകോട്ട് ചെന്ന് ചിന്തിക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യം, അതിനേക്കാൾ എന്തോത്ര വലിയ കാര്യമായിരിക്കും നമ്മൾ മറികടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് കോൺഫിഡൻറ്റോടെ ഇരിക്കുക, മുന്നോട്ട് പോകുന്നതാണ് പറയേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്.